ഇപ്പോൾ നവ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നവ്യ ബബിതയുടെ കൂട്ടുകാരിയാണ്. നവ്യ, വെരി ഗുഡ് മോർണിംഗ് നവ്യ. ഗുഡ് മോർണിംഗ് സർ. നവ്യയും തീവണ്ടിയിലാണോ? തിരുവനന്തപുരത്തേക്ക് വരികയാണോ? അതെ. നവ്യ ബബിതയുടെ ഫ്രണ്ടാണ്. നവ്യ മെഡിക്കൽ കോഡിംഗ് ആണോ പഠിക്കുന്നത്? അതെ, ഞാൻ മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നത്. ഓക്കെ. നവ്യ, ഇന്നലെ വൈകുന്നേരം പാറശാല വരെ ഈ കുഞ്ഞിനെ കണ്ടിരുന്നു അല്ലേ നവ്യ? അതെ, കണ്ടിരുന്നു. നവ്യക്ക് കണ്ടപ്പോൾ എന്താ തോന്നിയത്? കൊച്ചു നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു, കരഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര വരെയുള്ള കാര്യം ബബിത പറഞ്ഞു. നെയ്യാറ്റിൻകര മുതൽ പാറശാല വരെ കുഞ്ഞിനെ നോക്കിയപ്പോൾ കുഞ്ഞ് മൊബൈൽ ഉപയോഗിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു? മൊബൈലൊന്നും കയ്യിലില്ലായിരുന്നു, പക്ഷെ കുറച്ച് കാശ് കയ്യിലുണ്ടായിരുന്നു. ഒരു 40 രൂപ. 40 രൂപ. 40 രൂപ കാണും. കൊച്ചു കയ്യിൽ വെച്ചിരുന്നു. അത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. ബാഗും ഉണ്ടായിരുന്നു. അതെ അതെ. പേടിയുണ്ടായിരുന്നു കുഞ്ഞ്. ഇടയ്ക്കിടയ്ക്ക് കരയുന്നുണ്ടായിരുന്നോ? പിന്നീട് നെയ്യാറ്റിൻകരയിൽ ശേഷം കരയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടോ? കരയുന്നതായിട്ട് എനിക്ക് കണ്ടില്ല, പേടിയുണ്ടായിരുന്നു നന്നായിട്ട് കൊച്ചിന്. പേടിയുണ്ടായിരുന്നു അല്ലേ? അതെ. പാറശാല ഇറങ്ങുമ്പോഴും ഒന്ന് നോക്കിയിട്ടാണോ നവ്യ ഇറങ്ങിയത്? അതെ, പാറശാല ഇറങ്ങിയപ്പോ നമ്മൾ നോക്കിയിരുന്നപ്പോ കൊച്ചു അവിടെ തന്നെ അങ്ങനെ പേടിച്ചിട്ടിരുന്നായിരുന്നു. നമ്മള് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറയാൻ നോക്കി, പക്ഷെ അവിടെ ആരെയും കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മള് പറയാതെ വന്നു. അങ്ങനെ തോന്നാൻ ഒരു കാര്യം എന്താണ് നവ്യ? ഈ കുഞ്ഞ് പേടിച്ചിരിക്കുന്നു, ഒറ്റയ്ക്കാണ്, വീട്ടിലുള്ള വസ്ത്രം ഇട്ടിരിക്കുന്നു, ഇതൊക്കെയാണോ കാരണം? അതെ, വീട്ടിലുള്ള വസ്ത്രം ഇട്ടിരുന്നു. അതൊക്കെയാണ് കാരണം തോന്നിയത് നമുക്ക്. നമ്മൾ ഡൗട്ട് തോന്നിയ ആ ഫോട്ടോ എടുത്തത്. ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളൂ അല്ലേ? അതെ, ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളായിരുന്നു. അത് എടുത്തത് ബബിതയാണ്, നവ്യയല്ല? അതെ, ബബിതയാണ് എടുത്തത്. നിങ്ങൾ എത്ര കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു ഒരുമിച്ച്? നവ്യ നമ്മൾ 3 പേരുണ്ടായിരുന്നു. 3 പേരുണ്ടായിരുന്നു. നവ്യ, ബബിത, കൂടാതെ മൂന്നാമത്തെ ആളാരാണ്? ജലീഷ എന്ന് പറയുന്ന ഒരു. ഓക്കെ ശരി. അപ്പോൾ പാറശാല ഇറങ്ങി പുറത്തിറങ്ങിയപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, പോലീസിൽ ഒന്ന് അറിയിക്കണം. പക്ഷെ അവിടെ പോലീസിനെ കാണാത്തതുകൊണ്ട് പറഞ്ഞില്ല അല്ലേ? പറഞ്ഞിട്ടില്ല. അതെ. മാത്രമല്ല കുഞ്ഞിനെ കാണാതായതാണോ ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അത് രാവിലെ ന്യൂസ് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇപ്പൊ വിളിച്ച് പറഞ്ഞത്, 24 ന്യൂസില് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. മാത്രമല്ല നവ്യ, ബബിത പിന്നീട് ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞപ്പോൾ ബബിതയാണോ വിളിച്ചു പറയുന്നത് ഈ കുഞ്ഞിനെ നമ്മൾ ഇന്നലെ കണ്ട കുഞ്ഞ് തീവണ്ടിയിൽ പോയ കുഞ്ഞാണ് എന്നുള്ളത്? അതെ. ഓക്കെ, താങ്ക് യു നവ്യ. താങ്ക് യു. നവ്യയും ബബിതയും ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കൃത്യസമയത്തുള്ളൊരു ഇടപെടൽ. ആ ഫോട്ടോ അന്വേഷണം കന്യാകുമാരിയിലേക്ക് എത്തിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ വിവരം എന്താണെന്ന് നവ്യക്ക് മനസ്സിലായോ? രാവിലെ 5:00 കുഞ്ഞിനെ കന്യാകുമാരിയിൽ കണ്ടിട്ടുണ്ട് എന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു സന്തോഷമായില്ലേ? തിരിച്ചു കിട്ടട്ടെ. താങ്ക് യു നവ്യ. നവ്യയും ബബിതയും ഒരു സുഹൃത്തുമാണ് ഇന്നലെ തമ്പാനൂരിൽ നിന്ന് ട്രെയിനിൽ ഈ കുഞ്ഞിനോടൊപ്പം യാത്ര ചെയ്തത്. ആ കുഞ്ഞിനെ കണ്ടതിൽ അസ്വാഭാവികത തോന്നിയാണ് ബബിത ഫോട്ടോ എടുക്കുന്നത്. ബബിതയ്ക്കൊപ്പം നവ്യയ്ക്കും ഈ അസ്വാഭാവികത തോന്നിയിരുന്നു. പാറശാലയിൽ നവ്യ ഇറങ്ങുന്നത് വരെയും ഈ കുഞ്ഞ് അവരോടൊപ്പം ഉണ്ടായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയാണ്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കന്യാകുമാരിയിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത്. കന്യാകുമാരിയിൽ കുഞ്ഞിനെ രാവിലെ 5:30 ഓട്ടോ തൊഴിലാളികൾ കണ്ടു എന്ന് പറഞ്ഞതോടുകൂടി വലിയ ആശ്വാസമായി. അപ്പോൾ ഇനി ഒരു 2-2.5 മണിക്കൂറിനുള്ളിൽ കുഞ്ഞ് എവിടെ ഉണ്ടാവും?